വെൽക്കം ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അസ്ലം ബിൻ അഷ്റഫ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾക്കിന്ന് ഒരുപാട് ബാങ്കിങ് ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷനുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ്. ഒന്നാമത് പറയാനുള്ളത് ബാങ്കിലെ ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ നമ്മൾക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കൊക്കെ ആണെങ്കിൽ SIB മിറർ പ്ലസ് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ, ഗൂഗിൾ പേ, ആമസോൺ പേ, പേടിഎം, അതുപോലെ തന്നെ വാട്സപ്പ് പേയ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് വരുന്ന ചില അശ്രദ്ധകൾ മൂലം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ മൂലം നമ്മുടെ ബാങ്കിലെ ഫണ്ടുകൾ, നമ്മുടെ ബാങ്കിൽ ഉണ്ടാകുന്ന എമൗണ്ടുകൾ മൊത്തം അതിൽ നിന്ന് വാനിഷായി പോയേക്കാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. അങ്ങനെ ഒരുപാട് നമ്മൾ അറിയാതെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന ഈ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷന് പുറകിൽ ഒരുപാട് ചതിക്കുഴികളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തന്നെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില നിസ്സാര കാര്യങ്ങൾ പോലും നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മൾ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ, ഓൺലൈൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നിസ്സാരമായി കരുതുന്ന ഒന്നാണ് വൈഫൈ എന്ന് പറയുന്നത്. നമ്മൾ ഒരു പബ്ലിക് വൈഫൈ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് ആ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നു. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ മൊബൈൽ ഡാറ്റ അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് വിശ്വസനീയമായ ഒരു വൈഫൈ നെറ്റ്വർക്ക് അല്ലാതെ ഈ നമുക്ക് വെറുതെ ലഭിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലും മറ്റ് പബ്ലിക് സ്ഥലത്തും ലഭിക്കുന്ന ഒരു വൈഫൈ കണക്ഷൻസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്താൻ മുതിരരുത്. വൈഫൈ ആകുമ്പോൾ അതിൽ പല ആളുകൾക്കും നമ്മുടെ പല ഡാറ്റകളും മൊബൈൽ ഫോണിൽ നിന്നും എടുക്കാനൊക്കെ സാധിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പബ്ലിക് വൈഫൈ നമ്മൾ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. പിന്നെ ATMന്റെ പിൻ നമ്പറും അതുപോലെ തന്നെ മറ്റ് ബാങ്ക് ഡീറ്റെയിൽസും ഒരിക്കലും നമ്മുടെ മൊബൈൽ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കുക. നമ്മൾ നോട്ട് പാഡിലായിക്കോട്ടെ, ഇപ്പോൾ SMS ഡ്രാഫ്റ്റിലോ അങ്ങനെ ഒന്നും ഒരിക്കലും നമ്മുടെ ഈ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻസും അതുപോലെ ബാങ്കിങ് ഡീറ്റെയിൽസ്, നമ്മുടെ പിൻ നമ്പറോ അല്ലെങ്കിൽ പാസ്വേഡ്സോ ഒന്നും നമ്മൾ ഒരിക്കലും മൊബൈൽ ഫോണിൽ തന്നെ സേവ് ചെയ്ത് വെക്കരുത്. ഇപ്പോൾ നമ്മൾ ബാങ്കിങ് ആപ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അവൈലബിൾ ആയ പേടിഎം പോലെയുള്ള ആപ്ലിക്കേഷനിലൂടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മറ്റ് ആപ്ലിക്കേഷനുകളെ കുറിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കേണ്ട, പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിക്കേണ്ട ഫുൾ വേർഷൻ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ മോഡോഡ്രോയിഡ് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നവരായിരിക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബാങ്കിങ് ആപ്പിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷനിലൂടെ എല്ലാം നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ ഒരു സ്പെസിഫൈഡ് അല്ലാത്ത വെബ്സൈറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ നിന്നൊക്കെ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ക്രാക്ക് ചെയ്ത വേർഷനോ അല്ലെങ്കിൽ പാച്ച് ചെയ്ത വേർഷനോ ഒക്കെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാക്ക് ചെയ്താന്നൊക്കെ പറയുന്നത് പോലെ എന്താ വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആപ്ലിക്കേഷൻസ് നമുക്ക് ഫ്രീ ആയി തന്നെ ചില വെബ്സൈറ്റുകൾ അത് ക്രാക്ക് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ നൽകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് തരുന്ന സമയത്ത് അവർ ആ ഒരു ആപ്ലിക്കേഷനിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, നമ്മളുടെ ഡാറ്റാസും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം ശേഖരിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്ക് കൂടി ആ ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്തുകൊണ്ടാണ് നമുക്കത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ തരുന്നത്. അപ്പോൾ നമ്മളെ പോലുള്ള ആളുകൾ കൂടുതലായും ചെയ്യുന്നത് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ മേടിക്കുന്നതിന് പകരം നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം അവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻ മുഖേന ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. പറയാനുള്ളത്, നമ്മൾ തേർഡ് പാർട്ടി ഒരു ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു, ഒരു പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത ഫുൾ വേർഷൻ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു എങ്കിൽ നിങ്ങൾ തീർച്ചയായും ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്തിടുക അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തിടുന്നതായിരിക്കും നിങ്ങളുടെ ഈ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ സേഫ് ആക്കാൻ ഉത്തമമായ ഒരു വഴി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്തൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഈ ഒരു നമ്മളോട് ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ലോഗ് ഔട്ട് അല്ലെങ്കിൽ സൈൻ ഔട്ട് ചെയ്ത് ഇടുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിടുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, നമ്മുടെ മൊബൈൽ എപ്പോഴും പ്രൊട്ടക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. കാരണം ഒരു പാസ്വേഡോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ലോഗോ ഇട്ട് സേഫായി തന്നെ വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, നമ്മളെ ATM കാർഡ് ആയിക്കോട്ടെ, ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, മറ്റും ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഫ്രീ ആയിട്ട് മൊബൈൽ ഫോൺ ലഭിക്കുന്നു അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കുറേ പേടിഎം ക്യാഷ് ലഭിക്കുന്നു, അതുപോലെ ഫോൺപേ ക്യാഷ് ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലിങ്കുകൾ നമുക്ക്
വരും. നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുക, ആ ലിങ്ക് കണ്ട ഉടനെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ ഉള്ള പറഞ്ഞ പോലെയൊക്കെ ചെയ്യും. പക്ഷേ ഇത് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. കാരണം നമ്മൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം ആ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ മറ്റു ഡീറ്റെയിൽസും ഒക്കെ വേറെ ആൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഫ്രീ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എനിക്കും പേഴ്സണലായിട്ട് അയക്കാറുള്ളതാണ്. ഒരുപാട് ഇതുപോലെ ഫ്രീ ലഭിക്കുന്ന മൊബൈൽ ഫോൺ ഫ്രീ ലഭിക്കുന്നു, വിവോ V11 ഒക്കെ ഫ്രീ ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ലിങ്കുകൾ വരുന്നു. ആമസോൺ ഫ്രീ ആയിട്ട് ക്യാഷ് കൊടുക്കുന്നു. അതുപോലെ ഇനിയിപ്പോൾ ന്യൂ ഇയർ ആയി തുടങ്ങി, അപ്പോൾ ന്യൂ ഇയറിന് ഒരുപാട് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലിങ്കുകൾ വരും. അപ്പോൾ ആ ലിങ്ക് അയക്കുന്നത് അത് വന്ന ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക, അതുമാത്രമാണ് ചെയ്യാനുള്ളത്. ഒരിക്കലും ആ ലിങ്കുകൾ കയറിയിട്ട് നമ്മൾ അതിൽ പറഞ്ഞ പോലെ സ്പിന്നിങ് ഗെയിമൊക്കെ വരുന്നതൊന്നും ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുക പോലും ചെയ്യരുത്. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോണിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒരു ഗെയിമറാണ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കുറേ പൈസ ഏൺ ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ചിട്ടൊന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ മൊബൈൽ നമ്പർ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗൂഗിൾ പേ മറ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് സേഫ്റ്റി ആണോ പ്രധാനം, നിങ്ങളുടെ പൈസ അങ്ങനെ നഷ്ടപ്പെട്ടു പോകരുത് എന്നൊക്കെ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയേ മതിയാവൂ. കാരണം ഈ ഒരു ഫ്രീ ലിങ്ക് വരുന്നത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഈ ഒരു അതിൽ നമുക്ക് ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഫ്രീ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്ന ലിങ്കുകളിലൊക്കെ കുറേ കമൻസ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും നമ്മൾക്കതിൽ കമൻറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. കാരണം ആ കമൻറ്റൊക്കെ ക്രിയേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അത് അവരെ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നതായിരിക്കും, എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ലിങ്കുകളിലൊന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ഫ്രീക്ക് വേണ്ടിയിട്ടൊന്നും മുതിരരുത്. അതാണ് പിന്നെ പറയാനുള്ള ഒരു കാര്യം. മുൻപത്തെ ഒരു വീഡിയോക്ക് പോക്കോ M2 Proനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോക്ക് നമുക്കൊരു 10K വ്യൂസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയൊരു ബിഗ് താങ്ക്സ് എല്ലാവരോടും പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് എത്തുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സൈനിങ് ഔട്ട്.